നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, ചെൽസി ഫാൻസ്, മറ്റുള്ള ക്ലബ് ഫാൻസ്, ആർസണൽ ഫാൻസ്, യുണൈറ്റഡ് ഫാൻസ്, റയൽ മാഡ്രിഡ് ഫാൻസ്, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോ ചെൽസിക്കാരനിലും അതേപോലെ എന്റെ ഫുട്ബോളേഴ്സ് ലൈഫിലും രണ്ട് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഹൈ ടൈം ഐ അഡ്രസ് ദിസ് ഇഷ്യൂ. കുറച്ച് പേര് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഐ മേക്ക് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഞാൻ മിസ്റ്റേക്സ് ഒരുപാട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ദി ആൻസർ ഇസ് യെസ്, ഞാൻ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട്. ഇനിയും ചിലപ്പോൾ ഇതുപോലെ മിസ്റ്റേക്സ് വന്നു എന്ന് വരും. എനിക്ക് ഒന്നേ അതിൽ പറയാനുള്ളൂ, ക്ഷമിക്കുക. ഐ എം സോറി. മനഃപൂർവ്വമല്ല ഞാൻ മിസ്റ്റേക്സ് ചെയ്യുന്നത്, പറ്റിപ്പോകുന്നതാണ്. അതെന്തുകൊണ്ട് അത് പറ്റിപ്പോകാൻ പാടില്ല. ഒരു അവതാരകൻ എന്ന നിലയിൽ അത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കറിയാം, അറിയാഞ്ഞിട്ടല്ല. പക്ഷെ അത് നമ്മളെ കൊണ്ട് ചില സമയത്ത് പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇതൊരു പ്രൊഫഷൻ അല്ല. ഇത് വെറും ഒരു പാഷന്റെ പേരിൽ കൊണ്ടു നടത്തുന്ന മാത്രം ഒരു വ്യക്തിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ചാനൽ കാണാണ്ടിരിക്കാം, അല്ലെങ്കിൽ പിന്നെ 2 ലക്ഷം പേര് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പോലെ വ്യൂ ചെയ്യാണ്ടിരിക്കാം, അൺസബ്സ്ക്രൈബ് ചെയ്യാം. ദാറ്റ്സ് യുവർ ചോയ്സ്. ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തൊരു തീരുമാനം എടുക്കാം. പക്ഷെ മിസ്റ്റേക്സ് ഹാപ്പൻ. ഇപ്പൊ ചെൽസിയുടെ പ്ലെയറിനെ തന്നെ ഒരു പ്രാവശ്യം ടോസിൻ അബർദായോനെ ഞാൻ ടൊഡീബോ എന്നും പറഞ്ഞു. ടൊഡീബോ എന്ന് പറഞ്ഞ വേറൊരു പ്ലെയർ ഉണ്ട്. അങ്ങനെ അബദ്ധം പറ്റി. എന്റെ ഏറ്റവും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ടോണി ക്രൂസും ലൂക്ക മോഡ്രിച്ചും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. കഴിഞ്ഞ ഒരു ദിവസം റിയൽ മാഡ്രിഡിന്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ മിഡ്ഫീൽഡിൽ അവൈലബിൾ ഉണ്ടല്ലോ, ക്രൂസ് അവൈലബിൾ ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞത് മോഡ്രിച്ച് ആണത്, ക്രൂസ് അല്ല എന്നുള്ളത്. ഐ അഗ്രി. മനഃപൂർവ്വം ചെയ്യുന്നതല്ല. കുറെ ഇൻഫർമേഷൻ നിങ്ങൾ തലയിൽ ഇങ്ങനെ കിടന്ന് ഓടി നിൽക്കുന്ന സമയത്ത് നമ്മളെടുത്ത് പറയുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മൊബൈലിൽ വെച്ചിട്ട് വീഡിയോ ചെയ്യും. അപ്പൊ എന്റെ ലാപ്ടോപ്പ് ഒരു സാധനം ഇൻഫർമേഷൻ ചെക്ക് ചെയ്യാൻ ഉണ്ടാവില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിപ്പോ ലാപ്ടോപ്പിൽ നിന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ലാപ്ടോപ്പിൽ നിന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോന്റെ ക്വാളിറ്റി കുറച്ച് കുറയും. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ പോലെ. അപ്പൊ എവിടെയെങ്കിലൊക്കെ ഒരു റിസ്ക് എടുക്കേണ്ടി വരും ആസ് എ യൂട്യൂബർ. നമ്മളിത് ഫുൾ പ്രൊഫഷണൽ സെറ്റപ്പ് ആയിട്ടൊന്നും ചെയ്യുന്നതല്ല. ഞാൻ കഴിയുന്നത് മിസ്റ്റേക്സ് എന്താണ് പറയണേ, ചെയ്യാണ്ടിരിക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് പറ്റുമോ. എനിക്ക് തോന്നുന്നു റാമോസ്, നമ്മുടെ PSG സ്ട്രൈക്കർ റാമോസിനെ ഞാൻ വേറെ ഏതോ പേരും വെച്ചിട്ട് എന്തോ ഞാൻ പറയുകയുണ്ടായിരുന്നു. അപ്പൊ അത് ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ അത് പറ്റും, ഇനിയും പറ്റായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെൽസി ഒരു പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയും കൂടി ഇല്ല ഏതാ പ്ലെയർ എന്ന്. ആ പ്ലെയറിന്റെ പേര് പോലും അറിയില്ല. ഒരു ഗോൾ കീപ്പറിന്റെ പുറകെ നമ്മൾ നടക്കുന്നുണ്ട്. 20 മില്യൺ എന്തോ വിട്ടിട്ടുണ്ട്. അത് ആരാന്ന് പോലും എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഞാൻ പേര് നോക്കണം. പേര് നോക്കിയാലേ എനിക്ക് മനസ്സിലാവുള്ളൂ അതാരാന്നുള്ളത്. ചിലപ്പോൾ അതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന കുറെ ചെറുപ്പക്കാരെ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ കുറെ ക്ലബ്ബുകളുണ്ട്, കുറെ പ്ലെയേഴ്സ് ഉണ്ട്. ആ പ്ലെയേഴ്സിന്റെ ഹിസ്റ്ററി ഇറ്റ്സ് നോട്ട് ഈസി. ഇതെല്ലാം ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് എളുപ്പമില്ല. പിന്നെ നമ്മൾ ന്യൂസിൽ വായിച്ചാൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഇൻഫർമേഷൻ അപ്ഡേറ്റഡ് ആവില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ തെറ്റായിരിക്കാം. അപ്പൊ ഞാൻ നോക്കുന്ന റെഫർ ചെയ്യുന്ന വെബ്സൈറ്റിൽ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ആൾക്കാർ പറയുന്നുണ്ട് എന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാണ്. എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവേണ്ട ഇത് ചെയ്തത് തെറ്റാന്നുള്ളത്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മേലിൽ ഇരിക്കണം, 24 മണിക്കൂർ ഇത് തന്നെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് അതിനുള്ള സമയമില്ല. ഞാൻ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, കിട്ടുന്ന ഗ്യാപ്പിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, എഡിറ്റിംഗ് അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്ത് മെഷർ ചെയ്തൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സമയവും സാഹചര്യവും എനിക്കില്ല. ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, അതിനൊരു സെറ്റപ്പ് ഒക്കെ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം പറയുന്നതല്ല. ഇനിയിപ്പോ അങ്ങനെ അത്രയ്ക്ക് വലിയ മിസ്റ്റേക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ ഒരു മൈത്തോളജിനെ കുറിച്ച് സംസാരിക്കുന്നിടത്തും പറയുന്നതാണ് പഞ്ചപാണ്ഡവരിലെ 4ാമത്തെ പാണ്ഡവനായ അർജുനൻ എന്നും പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ കമന്റ് നോക്കി കഴിഞ്ഞപ്പോ എല്ലാവരും അത് തന്നെ, പഞ്ചപാണ്ഡവരിൽ 4ാമത്തെ പാണ്ഡവനാണ് അർജുനൻ. അപ്പൊ എന്ത് മൈത്തോളജിയാണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് വിവരം ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആൾക്കാർ ചോദിക്കുന്നത്. ചിലവർക്ക് അങ്ങനെ അബദ്ധം പറ്റാം. നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ എനിക്ക് ഹോപ്പ്ഫുള്ളി അങ്ങനെ വലിയ മിസ്റ്റേക്സ് ഒന്നും വരുത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ ഇറ്റ് കുഡ് ഹാപ്പൻ. നമ്മൾ പറയുന്ന മൊമെന്റ് അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആ ഒരു നിമിഷത്തിൽ നമ്മൾ ആ ഫ്ലോയിൽ പറഞ്ഞു പോകണം. ഞാനൊരു സ്ക്രിപ്റ്റ് ഒന്നും എഴുതുന്നതല്ല. ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്ന ആ ഫ്ലോയിൽ അങ്ങോട്ട് പറയാണ്. ചിലപ്പോൾ ഞാനൊന്ന് ആലോചിച്ച് നോക്കി എന്താ പറയേണ്ടതെന്നുള്ളത് ഞാൻ ആലോചിക്കില്ല എന്നുള്ളതല്ല. പക്ഷെ ആ ഫ്ലോയിൽ ഞാൻ പറയുന്നുള്ളൂ. സോ മിസ്റ്റേക്സ് ഹാപ്പൻ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഐ എം സോറി ഫോർ ഇറ്റ്. ഐ അപ്പോളജൈസ്. മിസ്റ്റേക്സ് വരുത്താണ്ടിരിക്കാനായിട്ട് കോൺഷ്യസ് എഫേർട്ട് ഇടാം. പക്ഷെ സബ് കോൺഷ്യസ്ലി ഇനിയും മിസ്റ്റേക്സ് വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പറയാം, ബ്രോ പറഞ്ഞത് തെറ്റിപ്പോയതാണെന്ന് വേണമെങ്കിൽ പറയാം. അത് കുഴപ്പമില്ല. അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കാൻ പറ്റിയാൽ മനസ്സിലാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട്, അവോയ്ഡ് ചെയ്യാം ചാനൽ. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ചിലപ്പോൾ ഒരു 90,000 ആയിട്ട് കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് അതിനോട് വിഷമമുള്ളൂ. ഇനി അത് പറയണമെന്ന് എനിക്ക് തോന്നി. ഡു ലെറ്റ് മീ ഗൈസ് എപ്പോഴത്തെ പോലെ നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Signing off, SK from either Chelsea Karan or Football is Life.